അങ്ങനെ പോക്രയിൽ നിന്ന് വൈകുന്നേരം ഒരു ബസ്സിൽ കയറിയിട്ട് അവിടുന്ന് 15 കിലോമീറ്റർ മാറിയിട്ടുള്ള സാരംകോട്ട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാമത്തിൽ ക്യാമ്പ് ചെയ്യാനായിട്ടായിരുന്നു എന്റെ പ്ലാന്. അങ്ങനെ നടക്കുമ്പോഴാണ് തന്റെ മാലാകപ്പലി ഈ ഒരു ചേട്ടനെ ഞാൻ കാണുന്നത്. ഞാൻ ചോദിച്ചു ഈ ഒരു ഗ്രാമത്തിൽ എവിടെയെങ്കിലും എനിക്ക് ക്യാമ്പ് ചെയ്യാനായിട്ട് സ്ഥലം ഉണ്ടാവുമോ? അപ്പൊ എന്നോട് ചോദിച്ചു എവിടുന്നാ വരുന്നത്? ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്ന് എവിടെ? കേരളത്തിൽ നിന്നാണ്. ഓ, കേരളത്തിൽ നിന്നാണോ? എങ്കിൽ വായോ എന്ന് പറഞ്ഞിട്ട് ആൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്ന ആളുടെ സ്വന്തം വീട്ടിലേക്കാണ് കേട്ടോ. അവരുടെ വീടിനോട് ചേർന്ന കൃഷിയിടത്തിൽ നല്ലൊരു സൈഡിൽ എനിക്ക് ടെന്റ് പിച്ച് ചെയ്യാനായിട്ടുള്ള സ്ഥലം തന്നു. അப்புறம் നമുക്ക് ടെന്റ് അടിക്കാനായിട്ട് പ്ലേസ് തന്നു. അപ്പൊ അവരുടെ പറമ്പ് തന്നെയാണെന്ന് തോന്നുന്നു. ഫുഡ് അവർ തരാമെന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ കയ്യിൽ കുക്ക് ചെയ്ത് കഴിക്കാനായിട്ടുള്ളതുണ്ട്. പക്ഷെ അവർ നമുക്ക് സ്ഥലം തന്നതുകൊണ്ട് ഓക്കെ, നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാം. 300 രൂപയ്ക്ക് ചിക്കൻ കൂട്ടിയുള്ള നോൺ വെജ് ഫുഡ് തരാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ മോന്ത കണ്ടാൽ മനസ്സിലാവും ഞാൻ എത്രത്തോളം ടയർഡാന്നുള്ള കാര്യം. അങ്ങനെ ടെന്റൊക്കെ പിച്ച് ചെയ്തിട്ട് ഞാൻ ദാൽബാത്തും നല്ല ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഒരു അത്താഴം കഴിച്ചു. ഈ കാണുന്നതാണ് കേട്ടോ ഈ ഒരു വീട്ടിലെ അടുക്കള. ഇവിടെ നിന്നാണ് നമുക്ക് വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കി തന്നത് ഈ ഒരു അമ്മ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ടെന്റിൽ ചെന്നപ്പോഴാണ് കേട്ടോ തന്റെ ഈ ഒരു ഡ്യൂഡ് അവിടെ ഇരിക്കുന്നത് കാണുന്നത്. ഇതുകൊണ്ടാണ് നമ്മുടെ കാരണവന്മാർ പറയുന്നത് ക്യാമ്പ് ചെയ്യുമ്പോൾ ടെന്റിന് പുറത്ത് നമ്മൾ മൂത്രം ഒഴിക്കാൻ പോവുകയാണെങ്കിലും ആ ഒരു ടെന്റ് അടച്ചിട്ടിട്ട് പോകണമെന്ന്.